നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനു പിന്നാലെ വിവാദമായ ലക്ഷദ്വീപിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പദ്ധതികളാണ് അണിയറയിൽ നടക്കുന്നത്. 2026 മുൻപ് ടാറ്റ ഗ്രൂപ്പിന്റെ 2 ആഡംബര റിസോർട്ടുകൾ ലക്ഷദ്വീപിൽ ഉയരും. ലക്ഷദ്വീപ് മാലദ്വീപ് വിവാദം ഉയർന്നതിന് പിന്നാലെ ലക്ഷദ്വീപിനെ മാലദ്വീപിനേക്കാൾ മനോഹരമായ സ്ഥലമായി പലരും ഉയർത്തി കാണിച്ചിരുന്നു. ലക്ഷദ്വീപിലെത്തുന്ന സഞ്ചാരികൾക്കു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെ ചൊല്ലിയുള്ള ആശങ്കയും ഇതിനൊപ്പം ഉയർന്നിരുന്നു. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ഉപകമ്പനിയായ ഇന്ത്യൻ ഹോട്ടൽ കമ്പനിയായ 2 താജ് ബ്രാൻഡഡ് റിസോർട്ടുകൾ ലക്ഷദ്വീപിൽ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചത്. ലക്ഷദ്വീപിന്റെ സാധ്യതകളെക്കുറിച്ച് തങ്ങൾക്ക് ധാരണയുണ്ട്. മനോഹരമായ ബീച്ചുകളും പവിഴപ്പുറ്റുകളുമെല്ലാം ദേശീയ രാജ്യാന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കും എന്നാണ് IHCL MDയും CEOയുമായ പുനീത് ചാത്വാൽ ലക്ഷദ്വീപിനെ കുറിച്ചുള്ള പ്രതീക്ഷ പങ്കുവച്ചത്. 36 ദ്വീപുകളുള്ള ലക്ഷദ്വീപിലെ അഗത്തി, ബംഗാരം, മിനിക്കോയി, കവരത്തി, സുഹേലി, കടമത്ത് എന്നിങ്ങനെയുള്ള പല ദ്വീപുകളും ഇപ്പോൾ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ഇതിൽ കടമത്ത് ഇന്ത്യയിലെ തന്നെ പ്രസിദ്ധമായ ഡൈവ് സെന്ററാണ്. സുഹേലിയിൽ നിർമ്മിക്കുന്ന താജിന്റെ റിസോർട്ടിൽ 110 മുറികളും 60 ബീച്ച് വില്ലകളും 50 വാട്ടർ വില്ലകളുമുണ്ട്. കടമത്തിലെ താജ് ഹോട്ടലിൽ 110 മുറികളും 75 ബീച്ച് വില്ലകളും 35 വാട്ടർ വില്ലകളുമുണ്ട്. ലക്ഷദ്വീപിന്റെ വാട്ടർ സ്പോർട്ട് സാധ്യതകളും പ്രയോജനപ്പെടുത്താൻ താജ് ഗ്രൂപ്പിന് പദ്ധതികളുണ്ട്. ലക്ഷദ്വീപ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് യാത്രികരെ ക്ഷണിച്ചതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. ജനുവരി 4-നായിരുന്നു ലക്ഷദ്വീപിലെ ചിത്രങ്ങൾ സഹിതമുള്ള മോദിയുടെ പോസ്റ്റ്. ലക്ഷദ്വീപിൽ സ്നോർക്കലിംഗ് ചെയ്യുന്ന ചിത്രങ്ങളും മോദി എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ മാലദ്വീപ് ടൂറിസത്തെ തകർക്കാനാണെന്ന് ആരോപിച്ച് മന്ത്രിമാരടക്കം രംഗത്ത് വന്നതോടെ വിവാദം പുതിയ തലത്തിലേക്കെത്തി. നരേന്ദ്രമോദിയുടെ പോസ്റ്റിനെതിരെ മാലദ്വീപ് ഡെപ്യൂട്ടി മന്ത്രിമാരായ മറിയം ഷിയുന, മൽഷ ഷെരീഫ്, അബ്ദുള്ള മഹ്സും മജീദ് എന്നിവർ നടത്തിയ പരാമർശങ്ങളിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. കൂട്ടത്തിൽ മറിയം ഷിയുന മോദി കോമാളിയാണെന്നും ഇസ്രായേലിന്റെ കയ്യിലെ പാവയാണെന്നും പറഞ്ഞിരുന്നു. വിവാദമായതോടെ ഇവർ പരാമർശങ്ങൾ പിൻവലിച്ചിരുന്നു. ഇത് ഔദ്യോഗിക നിലപാടല്ലെന്ന് വിശദീകരിച്ച മാലദ്വീപ് സർക്കാർ 3 മന്ത്രിമാർക്കെതിരെയും നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. മറിയം ഷിയുനയുടെ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് സോഷ്യൽ മീഡിയയിൽ മാലദ്വീപിനെ ബഹിഷ്കരിക്കൂ, ഇന്ത്യൻ ദ്വീപുകളെ കൂടുതൽ അറിയൂ എന്ന ആഹ്വാനം ഉയർന്നിരുന്നു. മാലദ്വീപിലേക്കുള്ള വിദേശ ടൂറിസ്റ്റുകളിൽ ഇന്ത്യക്കാരാണ് മുന്നിൽ. കഴിഞ്ഞ വർഷം 2,09,198 ഇന്ത്യക്കാരാണ് മാലദ്വീപിലെത്തിയത്. തൊട്ടുപിന്നിൽ റഷ്യയും 3-ാം സ്ഥാനത്ത് ചൈനയുമുണ്ട്. മാലദ്വീപിന്റെ പുതിയ പ്രധാനമന്ത്രിയും സർക്കാരും ചൈനയുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആദ്യ വിദേശ സന്ദർശനം ഇന്ത്യയിലേക്കെന്ന മാലദ്വീപ് പ്രസിഡന്റുമാരുടെ കീഴ്വഴക്കം മുഹമ്മദ് മുയ്സു പാലിച്ചിരുന്നില്ല. തുർക്കിയും UAEയും സന്ദർശിച്ച ശേഷം മാലദ്വീപ് പ്രസിഡന്റ് ചൈനയിലേക്കും എത്തിയിരുന്നു. അതേസമയം മാലദ്വീപിലേക്കുള്ള യാത്രകൾ ഇന്ത്യക്കാർ കൂട്ടത്തോടെ റദ്ദാക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് മേക്ക് മൈ ട്രിപ്പ് സ്ഥാപകൻ ദീപ് കൽറ പ്രതികരിച്ചിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയാണ് പലരും ഇത്തരം യാത്രകൾ പ്ലാൻ ചെയ്യുന്നത്. പെട്ടെന്ന് അത് റദ്ദാക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടത്തിന് ഇടയാക്കും. അതേസമയം പുതിയ വിവാദങ്ങളെ തുടർന്ന് മാലദ്വീപിലേക്കുള്ള ഇന്ത്യക്കാരുടെ യാത്രകൾ കുറയാൻ സാധ്യതയുണ്ട്. അടുത്ത 20-25 ദിവസങ്ങൾക്കുള്ളിൽ മാലദ്വീപിനെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങളെ ഇന്ത്യൻ യാത്രികർ എങ്ങനെയാണ് എടുത്തിട്ടുള്ളതെന്ന് അറിയാനാവുമെന്ന് ദ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ടൂർ ഓപ്പറേറ്റേഴ്സ് പറയുന്നുണ്ട്. അതേസമയം മാലദ്വീപ് യാത്രയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ വലിയ തോതിൽ ഇടിവുണ്ടായിട്ടുണ്ടെന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ടൂർ ഓപ്പറേറ്റേഴ്സ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്തവർ മാലദ്വീപ് യാത്ര റദ്ദാക്കാൻ സാധ്യത കുറവാണ്. എന്നാൽ പുതിയ യാത്രികർ മാലദ്വീപിനെ തിരഞ്ഞെടുക്കുന്നില്ലെന്ന സൂചനയാണ് ലഭിക്കുന്നത് എന്നാണ് IATO പ്രസിഡന്റ് രാജീവ് മെഹ്റ പറഞ്ഞത്.